EVN ഇവിടെ ഉന്നയിച്ച വിഷയം വളരെ കൃത്യമാണല്ലോ. സാധാരണക്കാരായ പാവപ്പെട്ട തൊഴിലാളി വർഗങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രസ്താവനയാണല്ലോ അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ളത്. അയാളുടെ നിലപാട് കറക്റ്റാണല്ലോ. അയാൾ ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോയാൽ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടാവും. ഇവിടെ വീട്ടിൽ നിർത്തിയിടുന്ന വണ്ടികൾക്ക് വരെ ഫൈനാണ്. എന്തൊരു കൊള്ളയാണ് നടത്തുന്നത് ഇവിടെ. ഒരു ബൈക്കിന് ഒരാൾ അതിലെ പോയാലും ഇതിലെ പോയാലും ക്യാമറ വെച്ചിട്ട് കക്കൂസിന്റെ ഉള്ളിൽ വരെ ക്യാമറ വെച്ചിട്ട് കറക്റ്റായിട്ട് തൂറിയിട്ടില്ലെങ്കിൽ അത് ഫൈൻ അടക്കുന്ന സമീപനമല്ലേ ഇവിടെ നടത്തുന്നത്. എന്തൊരു കൊള്ളയാണ് ഇവിടെ നടക്കുന്ന രാജ്യത്ത്. ഇതിനെതിരെ ചോദ്യം ചെയ്യണ്ടേ? ഇതിനൊരു അൻവർ എന്നല്ല, അൻവർ എന്താ? ഇതിനുള്ള ആര് ചോദ്യം ചെയ്താലും അവരുടെ കൂടെ നിൽക്കും. അത് ചോദ്യം ചെയ്യുന്ന ഇപ്പൊ പി വി അൻവറാണ്. അപ്പൊ പി വി അൻവറോട് ജനം നിൽക്കും. അതിനെന്താ സംശയം? ഈ അൻവർ രാഷ്ട്രീയമായിട്ട് എന്ത് തീരുമാനം എടുക്കണം നിങ്ങൾ വ്യക്തിപരമായിട്ട്? രാഷ്ട്രീയമായി ജനങ്ങളൊപ്പം നിൽക്കണം അൻവർ. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. ഇന്ന് സംസാരിച്ച പോലെ നാളെയും സംസാരിക്കണം അൻവർ. ജനങ്ങളുടെ കൂടെ നിന്ന് സാധാരണക്കാരായ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കണം. അല്ലാതെ അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാന്നോ അല്ലെങ്കിൽ അൻവറിനെ മുഖ്യമന്ത്രിയാക്കാന്നോ മന്ത്രിയാക്കാന്നോ ഇതിലൊന്നല്ല പ്രശ്നം ഒതുക്കുന്നത്. സാധാരണക്കാരന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതുക്കും മേലെ എന്ന് പറഞ്ഞില്ല. അതാണ് സംഭവം. സ്വതന്ത്രമായി സംസാരിക്കണം, പ്രവർത്തിക്കണം. അല്ല, സാധാരണക്കാരെ ഉള്ളേ ഇതിലിപ്പോ ഞാൻ വേറൊരു പാർട്ടിക്കാരനാണല്ലോ. ഞാൻ പ്രതിപക്ഷത്ത് നിൽക്കുന്നത്. ഞാൻ അൻവറെ എതിർത്ത് സംസാരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. ഞാൻ കേരള കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ കേരള കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി. എന്റെ വീട് നിലമ്പൂരാണ്. ഞാൻ അൻവർ വിളിച്ചു കൊടുത്ത യോഗത്തിന് വരുന്നത് എന്താ? അൻവറിന്റെ നിലപാടാണ്. അവിടെ ചിലപ്പോൾ എന്റെ പാർട്ടിക്ക് ചിലപ്പോൾ ഇതിൽ ഒരു എതിർപ്പുണ്ടാവും. ചിലപ്പോൾ അത് എന്തോ ആയിക്കോട്ടെ, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരൊപ്പം ആളുണ്ടാവും. ഇപ്പോൾ പറഞ്ഞത് സ്വീകാര്യമായ ഒരു നിലപാട്. തീർച്ചയായിട്ടും. എന്താ സംശയം? അല്ല, ജനങ്ങൾ പോണില്ലല്ലോ, ജനങ്ങൾ പിരിയുന്നില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇന്ന് വന്ന ആളുകൾ കൂടുതലും യുവാക്കൾ തന്നെയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഇപ്പൊ CPM മലപ്പുറം ജില്ലയിൽ പല വിശദീകരണ യോഗങ്ങളും റാലികളും നടന്നു. ഞങ്ങൾ അരീക്കോട് അടക്കം പല ഭാഗങ്ങളും നടന്നു. അതിലൊക്കെ പ്രായമായുള്ള യുവാക്കളുടെ പ്രാതിനിധ്യങ്ങൾ നടക്കണം. ഇവിടെ നിന്ന് വന്നാലും സാർ എപ്പോഴാ ചായ പിടിച്ചോ? ഒന്ന് പറഞ്ഞേ. 3 മണിക്ക് മുമ്പ് ചായ പിടിച്ച ആളാ. സാധാരണ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പ് ചായ പിടിക്കുന്ന ആളല്ലേ. നിങ്ങൾക്ക് വരെ പോകാൻ കഴിയില്ല. കാരണം ലൈവില് ജനങ്ങൾ ഇങ്ങനെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുക. ലൈവായിട്ട് പോകാൻ കഴിയില്ല. ഒരു പരസ്യം കയറ്റി വിടാൻ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി നാളെ വിടേണ്ടി വരും പരസ്യം. കാരണം എന്താ അറിയോ? അതുപോലെ ജനങ്ങളുടെ ഒപ്പം നിന്നാൽ അത് ആര് നിൽക്കുന്നതെന്നുള്ള പ്രശ്നം. അത് നിൽക്കാനുള്ള ഒരു ആണത്തം കാണിച്ചത് പി വി അൻവറ. അദ്ദേഹത്തിന് അറിയാതെ നാളെ ജയിലിൽ പോകുന്നത്. ഇപ്പൊ ഇവിടെ നിൽക്കണവർക്കറിയാം ചിലപ്പോൾ ഓല പേർക്ക് കേസ് വരുന്നത്. പ്രശ്നമല്ല. അത് എന്ത് കേസ് സംസാരിച്ചു കഴിഞ്ഞു. സംസാരിക്കേണ്ട രീതിയിൽ തന്നെ അൻവർ അവതരിപ്പിച്ചു കഴിഞ്ഞു.